എൻ്റെ കച്ചവടത്തിൽ ബർക്കത്ത് കുറവാണ്. ഞാൻ എത്ര കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്താലും എനിക്കതിൽ വർധനവ് കാണുന്നില്ല. വരുന്ന പൈസ മുഴുവനും അത് ചെലവായി പോവുകയാണ്. എവിടെയാണോ പ്രോബ്ലംസ് ഉള്ളത് അവിടെ അതിനുള്ള പരിഹാരം കൂടി ഉണ്ടാകുമല്ലോ. ഇസ്ലാമിക് മെഡിറ്റേഷനിലൂടെ ഇത്തരം പ്രോബ്ലംസിനെ മറികടക്കാൻ ചെയ്യുക എന്ന് പല ആളുകളും വിളിച്ച് ചോദിക്കാറുണ്ട്. അത്തരക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. പല ആളുകളും പറയാറുണ്ട്, എൻ്റെ കച്ചവടത്തിൽ ബർക്കത്ത് കുറവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്താലും എനിക്കതിൽ വർധനവ് കാണുന്നില്ല. എൻ്റെ ക്യാഷ് ഫ്ലോ നെഗറ്റീവാണ്, പോസിറ്റീവല്ല. കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നില്ല. ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ എല്ലാ മാസം നാം നഷ്ടത്തിലാണ് ഓടുന്നത്. ഇനി നഷ്ടമില്ലെങ്കിൽ തന്നെ നമുക്ക് ലാഭമുണ്ടാക്കാൻ കഴിയുന്നില്ല. വരുന്ന പൈസ മുഴുവനും അത് ചെലവായി പോവുകയാണ് എന്ന് പല ആളുകളും നമ്മളോട് പറയാറുണ്ട്. പക്ഷേ ഇത്തരം പ്രോബ്ലംസ് നാം അനലൈസ് ചെയ്യുമ്പോൾ അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. അതിനെ ശരിപ്പെടുത്താൻ പല വഴികളും നമുക്ക് ഉണ്ട്. എവിടെയാണോ പ്രോബ്ലംസ് ഉള്ളത് അവിടെ അതിനുള്ള പരിഹാരം കൂടി ഉണ്ടാകുമല്ലോ. ആ പരിഹാരം കണ്ടെത്തലാണ് ഇതിന് വേണ്ടത്. പക്ഷേ സ്പിരിച്വൽ വഴിയിലൂടെ, ആത്മീയതയിലൂടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് മെഡിറ്റേഷനിലൂടെ, ഇസ്ലാമിക് അഫർമേഷനിലൂടെ എന്താണ് ഇത്തരം പ്രോബ്ലംസിനെ മറികടക്കാൻ ചെയ്യുക എന്ന് പല ആളുകളും പലപ്പോഴായി വിളിച്ച് ചോദിക്കാറുണ്ട്. അത്തരക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, എൻ്റെ പേര് സയ്യിദ് ഉമർ സഖാഫ് എന്നാണ്. ഇനി നമ്മുടെ കച്ചവട സ്ഥലത്ത് ബർക്കത്ത് വർദ്ധിക്കാൻ, അതുപോലെ നമ്മുടെ ഫാക്ടറികളിൽ, നമ്മുടെ ബിസിനസ് കമ്പനികളിലൊക്കെ നമുക്ക് ധാരാളമായി ഐശ്വര്യമുണ്ടാകാൻ, ബർക്കത്തുണ്ടാകാൻ നാം ഇസ്ലാമിക് സ്പിരിച്വൽ വേയിലൂടെ ചെയ്യേണ്ട ചില ആക്ടിവിറ്റീസാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്ന്, സൂറത്തുൽ ഹിജ്ർ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി എഴുതി ചുമക്കാൻ നമുക്ക് കൽപ്പിച്ചതായി നമുക്ക് പല കിതാബുകളിലും കാണാൻ കഴിയുന്നു. 2, ളുഹ നമസ്കരിച്ച്, അതായത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്, ബിസിനസ് സ്ഥാപനത്തിലോ ഓഫീസിലോ നാം പോകുന്നതിന് മുമ്പ് 2 റക്അത്ത് ളുഹ നമസ്കാരം നടത്തി. ളുഹ എന്ന സുന്നത്ത് നമസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് 2 റക്അത്ത് പൂർത്തിയാക്കി സലാം വീട്ടിയതിന് ശേഷം സൂറത്തുൽ ളുഹ 7 തവണ ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ആ ദിവസം അവൻ്റെ കച്ചവട സ്ഥാപനത്തിൽ ബർക്കത്തുണ്ടാകുമെന്ന് നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ യാ ബാസിത്ത് യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ ഓരോ ദിവസവും 10 വീതം നാം പതിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകും. ആ നിലക്ക് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വളരെ മഹത്വമുള്ള അള്ളാഹുവിൻ്റെ ദിക്ർ, ആ ദിക്ർ 35 പ്രാവശ്യം ഒരു കടലാസിലോ മറ്റോ എഴുതി കച്ചവട സ്ഥാപനത്തിൽ തൂക്കി വെച്ചാൽ, അല്ലെങ്കിൽ കച്ചവട സ്ഥാപനത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ആ കച്ചവട സ്ഥാപനത്തിലും ആ കച്ചവടം ചെയ്യുന്ന വ്യക്തിക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ബർക്കത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നും നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയുന്നു. കച്ചവട സ്ഥാപനത്തിൽ ബർക്കത്തുണ്ടാകാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൂറത്ത് ഫാത്തിറിലെ 29, 30 എന്നീ 2 ആയത്തുകൾ എഴുതി, അത് കടലാസിലോ തുണികഷ്ണത്തിലോ മറ്റോ എഴുതി ചരക്കുകൾക്കിടയിൽ സ്ഥാപിച്ചാൽ, അല്ലെങ്കിൽ ചരക്കുകൾക്കിടയിൽ വെച്ചാൽ ആ സ്ഥാപനത്തിൽ ബർക്കത്തുണ്ടാകും, ആ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകുമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിൽ നമുക്ക് എഴുതി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ ഈ വഴിയും സ്വീകരിക്കാവുന്നതാണ്. കച്ചവട സ്ഥാപനത്തിൽ ബർക്കത്തുണ്ടാകാൻ സൂറത്ത് മുഅ്മിനീനിലെ ആദ്യത്തെ 3 ആയത്തും അതുപോലെ ആയത്തുൽ കുർസിയും 2ഉം ഒന്നിച്ച് എഴുതി ചുരുട്ടി സ്ഥാപനത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ
ആ എഴുതിയ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ബറക്കത്ത് വർദ്ധിപ്പിച്ചു തരും എന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കച്ചവടത്തിൽ ലോസ് ഉണ്ടാവാൻ പല കാരണങ്ങളും ഉണ്ടാകാം. ആ കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടുപിടിച്ച് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടതുണ്ട്. അതോടൊപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇസ്ലാമികമായ ഈ നിലക്കുള്ള മെഡിറ്റേഷനും അഫർമേഷനും നാം നടത്തലിലൂടെ നമുക്ക് ആത്മീയമായി അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. ആ എഴുതിയ അല്ലെങ്കിൽ നാം ഉരുവിടുന്ന ദിക്റുകളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നാം ചെയ്യുന്ന സ്പിരിച്വൽ ആക്ടിവിറ്റിയുടെ കാരണങ്ങളെ കൊണ്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നാം അറിയാത്ത വിധത്തിൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ അള്ളാഹു ബറക്കത്ത് വർദ്ധിപ്പിച്ചു തരും എന്നും കൂടി ഞാൻ അറിയിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ഒരു കാര്യം ഞാൻ ഇവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ്. അതായത് പല ആളുകളും ഒരു ഹീലർ എന്ന നിലക്ക്, ഞാൻ ഒരു സ്പിരിച്വൽ ഹീലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലക്ക് ഈ കച്ചവടത്തിൽ ലോസ് ഉണ്ടാകുന്ന പല ആളുകളും, ബിസിനസ്സിൽ നഷ്ടം നേരിട്ട പല ആളുകളും പലപ്പോഴായി എന്നെ വിളിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സ്പിരിച്വൽ ബിസിനസ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്ന 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ സംഘടിപ്പിക്കാറുണ്ട്. ആ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങളെ കച്ചവടത്തിൽ നഷ്ടമുണ്ടാകാനുള്ള റീസൺ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താനും, അതുപോലെ ഈ പറഞ്ഞതുപോലെ ഇസ്ലാമികമായ സ്പിരിച്വൽ വേയിലൂടെ ഹീല് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് എൻ്റെ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സ്പിരിച്വൽ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായി വീണ്ടും കാണാം. സയ്യിദ് ഉമർ അസ്സഖാഫി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.